സ്റ്റെഫിൻ, ഈ സമരത്തിന്റെ തീച്ചൂളയിൽ വളർന്നു വരുമ്പോൾ ജീവിതം തന്നെ സമരമായിരുന്നു വി എസിന്. ആലപ്പുഴ ജില്ല തൊടുമ്പോൾ എങ്ങനെയാണ് വി എസിന് കിട്ടുന്ന സ്വീകരണം? മോദി ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഈ മൃതദേഹം വഹിച്ചുള്ള വാഹനം ഇങ്ങനെ യാത്ര തുടങ്ങിയ സമയം മുതൽ തന്നെ വി എസിന് യാത്രയപ്പാണ് യഥാർത്ഥത്തിൽ കേരളം നൽകുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം എന്തായിരുന്നു വി എസ് എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ എന്ന് പറയാം. കാരണം ഏതാണ്ട് വി എസിന്റെ സാധാരണഗതിയിലുള്ള ഒരു യാത്ര ഒരു പക്ഷേ ഒരു 3-4 മണിക്കൂർ എടുക്കേണ്ട ഇടത്താണ് ഇപ്പോൾ ഇങ്ങനെ ഏതാണ്ട് ഒട്ടേറെ മണിക്കൂറുകൾ എടുക്കുന്നത്. ഇപ്പോഴും ആലപ്പുഴയിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പം കൊല്ലം ജില്ല പിന്നിട്ട് ആലപ്പുഴയിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. സ്വന്തം ജന്മനാട്ടിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. അവിടെ എല്ലാം രാത്രി വൈകിയും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ വി എസ് ആരാണ് എന്ന് തെളിയിക്കുന്നത്. ജനങ്ങളുടെ നേതാവാണ്, ഇതിഹാസമാണ് വി എസ് എന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടാണ് ഈ യാത്ര ഇങ്ങനെ കടന്നു വരുന്നത്. കാരണം ആദ്യ പൂണ്ട മനസ്സിലുയരുന്ന അവസാന പ്രതീക്ഷയാണ് വി എസ് എന്നാണ് ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത്രയുമധികം ആളുകൾ ഓരോ സ്ഥലങ്ങളിലും കാത്തു നിൽക്കുന്ന കാഴ്ചകൾ, മഴയെ അവഗണിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നു. ഒപ്പം തന്നെ രാത്രിയിൽ യാതൊരു പ്രശ്നവും കാണിക്കാതെ മഴയത്തും അതോടൊപ്പം തന്നെ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളിലുമെല്ലാം ഇങ്ങനെ ആളുകൾ വി എസിനെ കാണുന്നതിന് വേണ്ടി. കാരണം കഴിഞ്ഞ 4 വർഷമായി വി എസിനെ മഴ അല്പം തിരക്ക് കുറയ്ക്കുമായിരിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചു. എളുപ്പത്തിൽ ഓടിയെത്താൻ അർദ്ധരാത്രിയിലെ മണിക്കൂറുകളിൽ ഒരുപക്ഷെ കഴിഞ്ഞേക്കും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ മനുഷ്യരൊക്കെ ഒരു കടലായി ഒഴുകി എത്തുകയാണ് അങ്ങോട്ടേക്ക്. ഇനി അടുത്തത് കരുനാഗപ്പള്ളിയാണ്. വീണ്ടും ഉണ്ട് ഇടങ്ങൾ. ഓച്ചിറയും KPSC ജംഗ്ഷനും കായംകുളം KSRTCയും കരിയിലക്കുളങ്ങരയും അങ്ങനെ വിവിധ സ്ഥലങ്ങൾ കടന്നു പോകാനുണ്ട്. നിശ്ചയിച്ച സമയത്തേക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഉറപ്പില്ല, അല്ലേ സ്റ്റെഫൻ? തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ പറയണം. കാരണം രാത്രി 11 മണിയോടുകൂടി ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയക്രമീകരണം ഒന്നും തന്നെ പാലിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം 9 മണിയോടുകൂടി DC ഓഫീസിലേക്ക് ഈ മൃതദേഹം എത്തിക്കേണ്ടതുണ്ട്. അതും കൃത്യസമയത്ത് തന്നെ നടക്കുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഇപ്പോൾ ഏതായാലും ആദ്യം വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. അവിടെയും വലിയൊരു ജനപ്രവാഹം ഉണ്ടാവും. കാരണം എവിടെ നിന്നാണ് വി എസിന്റെ ആ യാത്ര തുടങ്ങുന്നത്, അവിടേക്ക് വി എസിനെ കാണുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവിടെ നിന്നും വി എസിന്റെ ആ ഒരു മൃതശരീരവുമായിട്ട് വേലിക്കകത്ത് ആ വീട്ടിലേക്ക് വരണം. ഒപ്പം തന്നെ അവിടെ നിന്നാണ് പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര തുടരേണ്ടത്. അപ്പോൾ ആ ചരിത്ര പുരുഷൻ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ ഈ യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ സ്ഥലത്തും ഷെഡ് കെട്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് വി എസിനെ കാണുന്നതിന് വേണ്ടി. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എത്തുമ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ, മുഷ്ടി ചുരുട്ടി ഉറക്ക മുദ്രാവാക്യം വിളിക്കാൻ ആളുകൾ ഇങ്ങനെ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് മറ്റൊന്നും തടസ്സമാകില്ല. ആ കാത്തിരിപ്പിന്റെ ഏറ്റവും അവസാനം വി എസിനെ കാണുക, ഏറ്റവും നല്ല രീതിയിലുള്ളൊരു അന്തിമോപചാരം അർപ്പിക്കുക എന്നത് മാത്രമാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. കാരണം മരണത്തെ തോൽപ്പിച്ചാണ് അദ്ദേഹം ഇങ്ങനെ യാത്ര തിരിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് വരുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം മരണത്തിന് മുന്നിൽ പകച്ചു നിന്നത് ഒരേ ഒരു തവണ മാത്രമാണ്. അത് 4ാം വയസ്സിൽ മാത്രമാണ്. സ്വന്തം അമ്മയുടെ മരണം തൊട്ടടുത്ത് നിന്ന് കാണേണ്ടി വന്നപ്പോൾ മാത്രമാണ് വി എസ് കരഞ്ഞത്. അതിനുശേഷം 11ാം വയസ്സിൽ അച്ഛന്റെ മരണം കാണേണ്ടി വന്ന സമയത്താണ് അദ്ദേഹം നിരീശ്വരവാദിയായത് എന്ന് പല പുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് പലപ്പോഴും മരണം അദ്ദേഹത്തെ കവരാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അതിനൊന്നും തന്നെ സാധിച്ചിരുന്നില്ല. പൂഞ്ഞാറിലെ ഒളിവ് ജീവിത സമയത്ത് അദ്ദേഹത്തെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സമയത്ത് മരണത്തെ മുഖാമുഖം കണ്ട് അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് കൊണ്ടുപോകുന്ന സമയത്തും അദ്ദേഹം മരണത്തെ തോൽപ്പിച്ച് തിരികെ വന്നവനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേതാവിനെ ഇത്രയധികം ആദരവോടുകൂടി മാത്രമേ ഈ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ യാത്രയാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ ഈ കാണുന്ന ഓരോ സ്ഥലത്തും. അത് പലപ്പോഴും പറഞ്ഞു, തല നരയ്ക്കുവതല്ല എന്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എന്റെ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമൻ യൗവനമെന്നാണ് വി എസ് പറഞ്ഞിട്ടുള്ളത്. ആ ശബ്ദം മുഴങ്ങി കേൾക്കുമ്പോൾ നമുക്കറിയാം നെഞ്ചിനുള്ളിൽ ഒരു പ്രകമ്പനമാണ് പ്രിയപ്പെട്ടവർക്ക്. ആ യുവത്വത്തിനൊപ്പമാണ് എല്ലാ കാലവും മനുഷ്യനുള്ളത്.